ഹായ് ഗൈസ്, ഇത് മൂന്നാമത്തെ റീടേക്കാണ് ഗൈസ്. അപ്പോൾ ഞാനിന്നിപ്പോൾ ഇവിടെ ഉള്ളത് ബാംഗ്ലൂരിലാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഐഷു ഉണ്ട്, കൂടാതെ 2-3 പേര് വേറെയുണ്ട്. അത് സർപ്രൈസ് ആയിട്ട് പിന്നാലെ വരും. അവരിപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ചുമ്മാ ബോറടിച്ചപ്പോൾ രാത്രി അങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, എങ്ങനെയൊക്കെയാണെന്നൊരു പിടുത്തമില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോയിൽ എന്തായാലും തമ്മിൽ കാണുമ്പോൾ നിങ്ങളെല്ലാം മനസ്സിലാക്കൂല്ലേ. ബൈ ഗൈസ്, ഞാനുണ്ട്, ജാസ്മിനുണ്ട്, ഗബ്രിയുണ്ട്, സായി ഉണ്ട്, സായിൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ ഐഷു ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരും കൂടി ബാംഗ്ലൂർ വന്നിരിക്കുകയാണ്. ബാംഗ്ലൂർ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ചില്ലിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം നമുക്ക് അവിടുത്തെ ബാംഗ്ലൂർ വിശേഷങ്ങളും എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് 3 പേരുടെ ഒരുമിച്ചുള്ള വ്ളോഗ് എൻ്റെ ചാനലിൽ ഇടുന്നതെന്ന്. അപ്പോൾ ഈ വ്ളോഗ് ആണ് ആ വ്ളോഗ്. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ, സൂൺ, ഇറ്റ് വിൽ കം സൂൺ. അപ്പോൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒന്ന് കറങ്ങി തട്ടി തിന്നിട്ട് വരാം. ഓക്കെ, പോയിച്ചു കട്ടാക്ക് വണ്ടി എടുക്കട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെന്നെ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ വണ്ടി ഇവിടെ ഒതുക്കിയിട്ടതിന് എത്ര ഹോണടിക്കായിട്ട്. കേരളമല്ല, ബാംഗ്ലൂരാണ്. യെസ് ഗൈസ്, ബാംഗ്ലൂർ ഡേയ്സ് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ആദ്യം എടുത്തത് ഇത് നമ്മുടെ ഹോട്ടലിൻ്റെ വ്യൂ ആണ്. അതായത് ഹോട്ടൽ എന്ന് പറയണമെങ്കിൽ ബാംഗ്ലൂരിൽ കോരമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾക്ക് ഹോട്ടൽ അവർ ബുക്ക് ചെയ്തെന്ന സ്പോട്ട് വണ്ടിയായിട്ട് വരുന്നവർക്ക് ഒട്ടും ആപ്റ്റായിട്ടുള്ളൊരു സ്പോട്ടല്ല. കാരണം പ്രത്യേകിച്ച് സാറ്റർഡേ സൺഡേ ആകുമ്പോൾ ഈ ഒരു ഏരിയയിലായിട്ട് കുറേ പബ്ബുകൾ ഒരുപാടുള്ളത് കൊണ്ട് എന്താ പറയുക, അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടികൾ പാർക്ക് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ സജസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഞങ്ങൾ വണ്ടിയായിട്ട് ഇറങ്ങിയത് നേരെ ഒരു മാളിലേക്കാണ്. നെക്സസ് എന്ന് പറയുന്ന മാളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മാൾ തന്നെയാണ്. കോരമംഗലത്തിന് ഏറ്റവും അടുത്തുള്ളൊരു മാള് ഇത് തന്നെയാണ്. ഓൾമോസ്റ്റ് എല്ലാ കടകളും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്, എല്ലാ കടകളും ഉണ്ട്. അതുപോലെ തന്നെ കിഡ്സ് ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് കൂടിയാണത്. ഞങ്ങൾ പക്ഷേ ഇവിടെ നിന്ന് ഫുഡൊന്നും ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നില്ല. കാരണം അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി പുറത്തു പോകാനായിട്ടുള്ള ഒരു പ്ലാനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അധികം നിന്നില്ല. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ പ്ലേ ഏരിയയിലേക്ക് പോയി. ഇവിടെ അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. കുറേ നമ്മൾ ഈ ലുലു മാളിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരുപാട് ഗെയിം സെഷനൊക്കെ ഉണ്ട്. അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ ഇവർക്ക് കൂടുതലും പോയിൻറ്റ്സ് ടിക്കറ്റായിട്ട് കിട്ടും. ആ ടിക്കറ്റ് വെച്ച് നമുക്ക് പിന്നെയും ഗെയിം കളിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി സംഭവങ്ങളാണ് ഇതിൽ. ഒരുപാട് പുതിയ ഗെയിം സെക്ഷനൊക്കെ നമ്മൾ കാണാത്തത് ഒരുപാടുണ്ട്. പിന്നെ ഞാൻ കുറേ നേരമായിട്ട് നോക്കി നിന്ന് ആഗ്രഹിച്ചൊരു ടെഡീനെ ഞാൻ കണ്ടു. വലിയൊരു ടെഡീനെ ഇതേപോലെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഐഷു സമ്മതിച്ചില്ല. കാർഡ് മേടിച്ചിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ചുമ്മാ. അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെണ്ടിത്തിരി നടന്നു, ഓരോന്ന് കണ്ടു, ആസ്വദിച്ചു, അങ്ങനെ പോയി. അതെ, ഇതാണ് ഞാൻ പറഞ്ഞ ടെഡി. ഈ കുട്ടി കുറേ നേരം അതിൻ്റെ മുന്നിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ ഒന്നും നടന്നൊന്നുമില്ല. ഇതൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ചെറിയ രീതിയിൽ പറ്റിക്കലാണ്. നമുക്ക് മറ്റേ ഇത് എടുക്കുന്ന ഒരു സാധനം വെച്ചിട്ട് ഇതൊന്നും എടുക്കാൻ പറ്റില്ല. അതൊക്കെ അവരെങ്ങനെയോ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അതൊന്നും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടിയില്ല. അങ്ങനെ ഇതൊക്കെ തന്നെയാണ് മാളിൻ്റെ അകത്തുള്ള വിശേഷങ്ങൾ. ഞാൻ പറഞ്ഞാൽ ഒരുപാട്. ഇപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല, വലിയ ആൾക്കാരും പല ഗെയിം കളിക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ ബാസ്ക്കറ്റ് ബോൾ ത്രോ ആണെങ്കിലൊക്കെ എല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ബൗളിംഗ് സെഷനൊക്കെ ഉണ്ട് മാളിൽ, അതിൻ്റെ സൈഡിൽ തന്നെയായിട്ട്. അപ്പോൾ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മാൾ തന്നെയാണ്. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നടന്നപ്പോഴാണ് നന്നായിട്ട് വിശന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാം. അങ്ങനെ കഴിച്ചതാണ് ഒരു ഡോണറ്റ് മേടിക്കാം. അപ്പോൾ എനിക്ക് ഒരെണ്ണം, നൈഷിനൊരെണ്ണം മേടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിൻ്റെ ഭംഗി കണ്ടിട്ട് 2 പേരും 2 എണ്ണം വെച്ച് ഓർഡർ ചെയ്തു. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്. നമ്മൾ ഭംഗി കണ്ട് മാത്രം എല്ലാം അങ്ങനെ ഓർഡർ ചെയ്യരുത്. ചിലതിലൊക്കെ ഭയങ്കര മധുരമായിരുന്നു. ഞാൻ എൻ്റെ പേരൊക്കെ മറന്നുപോയി. ഫസ്റ്റ് കഴിച്ചത് മാത്രം അത്യാവശ്യം നല്ലതായിരുന്നു, ബാക്കിയെല്ലാം ഓവർ സ്വീറ്റായിരുന്നു. അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. സായി ഉണ്ടായിരുന്നു, സായിയുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഞാനും, അതുപോലെ തന്നെ ജാസ്മിനും ഗബ്രി എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ സായിയുടെ ബാംഗ്ലൂരിലുള്ള കുറച്ച് ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരാണ് നമുക്ക് ഈ ഒരു സ്പോട്ട് സജസ്റ്റ് ചെയ്തത്. ആദ്യം ഞങ്ങളൊരു പബ്ബിൽ പോയി, പക്ഷേ അതിൻ്റെ വൈബ് നമുക്ക് പിടിച്ചില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. ആ റെസ്റ്റോറൻറ്റ് അത്യാവശ്യം അടിപൊളിയായിരുന്നു, നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ പാട്ട് DJ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി DJ ഒക്കെ അടിപൊളിയാക്കി ഡാൻസൊക്കെ കളിച്ച് തുള്ളി തകർത്ത് ഒരു രക്ഷയില്ലാണ്ട് ഭയങ്കരമായിട്ട് ടയേർഡായിട്ട് പിന്നെ ഞങ്ങൾ റൂമിൽ പോയി കിടന്നുറങ്ങി. അപ്പോൾ വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് ഫസ്റ്റ് ഡേ ഉണ്ടായിരുന്നുള്ളൂ. ലേറ്റായിട്ടാണ് നമ്മൾ എത്തിയത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ ഉള്ള വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഗൈസ്, ബൈ ടാറ്റാ.